essa è per tutti sempre una dolorosa e tragica sconfitta. കയ്യടികളോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റ റേ പറയുന്ന സുവിശേഷ സന്ദേശത്തെ വത്തിക്കാൻ ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും സ്വീകരിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് വലിയ നീണ്ട കരഘോഷം കേൾക്കുന്നുണ്ട്. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, ശരിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യുന്ന കരഘോഷമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇതൊക്കെയും വെളിപ്പെടുത്തുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം വലിയ സംഭാവനകളാണ് സഭയ്ക്കും ഒപ്പം സമൂഹത്തിനും നൽകിയത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളെയാണ് കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ഇപ്പോൾ സുവിശേഷ സന്ദേശമായി തന്റെ പ്രസംഗത്തിലൂടെ ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയുമ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, കരഘോഷത്തോടുകൂടിയാണ് അവരെല്ലാവരും ഈ വാക്കുകളെ സ്വീകരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിന് ചെയ്ത സംഭാവനകൾ, നൽകിയ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സുവിശേഷ പ്രസംഗത്തിനിടെ. 12 വർഷക്കാലം കത്തോലിക്ക തിരുസഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകളെ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി, ഇതെന്റെ ഒരു നിരീക്ഷണമാണ്, 8 ഘട്ടങ്ങളായി അല്ലെങ്കിൽ 8 ടൈറ്റിലുകളുടെ കീഴിൽ നമുക്ക് കാണാനായി സാധിക്കും. ആ 8 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ലോക സമാധാനത്തിനു വേണ്ടിയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കർദിനാൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും രണ്ടാമതായി എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയുടെ നവീകരണത്തിനു വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്ത നിലപാടുകൾ എത്രമാത്രം ശ്ലാഘനീയമാണ് എന്ന് കരങ്ങളടിച്ച് അവർ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മൂന്നാമതായി ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടവും ദരിദ്രരോട് കരുണയുമുള്ളവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ ജീവിതം തന്നെയും ഒഴിഞ്ഞുവെച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അഞ്ചാമത്തേത് സഭയിലും സമൂഹത്തിലും സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ച പ്രധാനപ്പെട്ട തൻ്റെ ജീവിത ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ആറാമത്തേത് മതാന്തര സംഭാഷണം എന്ന് പറഞ്ഞാൽ മറ്റ് മതവിഭാഗങ്ങളുമായി, ക്രൈസ്തവ സഭയിലെ തന്നെ വ്യക്തി സഭകളുമായും കത്തോലിക്ക സഭയിലെ മറ്റ് സഭാവിഭാഗങ്ങളുമായും മറ്റ് ക്രിസ്ത്യൻ സഭ വിഭാഗങ്ങളുമായും മറ്റെല്ലാ മതവിഭാഗങ്ങളുമായുള്ള നേതാക്കന്മാരെയും കണ്ട് അതിൻ്റെ തലവന്മാരുമായി സംസാരിച്ച് ഏറ്റവും മനോഹരമായ ഒരു മതാന്തര സംവാദത്തിൻ്റെ വേദിയെയും അതോടൊപ്പം തന്നെ ജീവൻ്റെയും കുടുംബത്തിൻ്റെയും പ്രസക്തിയെക്കുറിച്ചും അവസാനമായി എട്ടാമതായി സാമൂഹിക നീതിക്കായുള്ള ഇടപെടലിനെ കുറിച്ചുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നിന്നും ചില ഏടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യ കാർമ്മികനായി ബലിയർപ്പണത്തിൽ നേതൃത്വം നൽകുന്ന ജിയോവാനി ബാറ്റിസ്റ്റ റേ എന്ന കർദിനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്.